തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. പരസ്പര വിമർശനവും ആരോപണങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് UDF-നും LDF-നും വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. UDF-ന്റെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗത്തു നിന്നും വോട്ടുകൾ ഒഴുകി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായ കണക്കുകളിലൂടെ പറയുകയാണെങ്കിൽ 5,69,160 വോട്ടുകളാണ് ഇങ്ങനെ ആലപ്പുഴയിൽ മാത്രം ചോർന്നു പോയതായി കണക്കാക്കുന്നത്. അങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിലാകമാനം LDF-ന്റെ വോട്ട് ബാങ്കിൽ തന്നെയാണ് വലിയ വിള്ളൽ വീണിട്ടുള്ളത് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. അതിൽ ഉദാഹരണമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 ലോക്സഭാ മണ്ഡലങ്ങൾ തന്നെയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങലും. അവിടെ രണ്ടിടത്തും സംഭവിച്ചത് എന്ത് എന്നുള്ളത് കൃത്യമായി തന്നെ വിശകലനം ചെയ്താൽ അത് മനസ്സിലാക്കാവുന്നതാണ്. CPM-ന് മേധാവിത്വമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ തന്നെ 1ാം സ്ഥാനത്തെത്താനായി BJP-ക്ക് കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ശതമാനം ഉയർത്തി BJP നയിക്കുന്ന NDA-ക്ക് ഇക്കുറി കിട്ടിയത് 19.24% വോട്ടുകളായിരുന്നു. കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ 15.56% നിന്നാണ് 3.68% വർധനവോടുകൂടി ഏകദേശം 20% അടുത്ത് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. 20% എന്ന് പറയുന്നത് ചെറിയൊരു കണക്കായി മാത്രം നോക്കിക്കാണേണ്ടതില്ല. 37,40,952 വോട്ട് NDA-ക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലൂടെ LDF-നെയും UDF-നെയും ഒരുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത. ഇപ്പോൾ 37.5 ലക്ഷത്തോളം വോട്ട് ലഭിച്ചു. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 31 ലക്ഷമായിരുന്നു. അതിലൂടെ തന്നെ ഏകദേശം 5,70,000 വോട്ടുകളുടെ വർധനവ് ഇതിലുണ്ടായി എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ 5,69,160 വോട്ടുകളുടെ വർധനവ് തന്നെയാണ് BJP-യെ സംബന്ധിച്ച് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമായി ഉണ്ടായത്. LDF-ന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ UDF-ന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും അവർക്ക് ഏറ്റവും കുറഞ്ഞത് 2% വോട്ട് കുറഞ്ഞു എന്നതിൽ ഒരു സംശയവുമില്ല. ഇത്തവണ വിജയിച്ചു കയറി 18 മണ്ഡലങ്ങളിൽ സീറ്റ് ഉറപ്പിക്കാനായി UDF-ന് സാധിച്ചു. പക്ഷേ 2.24% വോട്ടാണ് അവർക്ക് ചോർന്നു പോയത്. LDF-നാണ് കനത്ത തിരിച്ചടി ഉണ്ടായത്. കാരണം അവരുടെ 3.21% വോട്ട് കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. 2019 ചിത്രം വളരെ വ്യക്തമാണ്. അന്ന് കേവലം ഒരു സീറ്റ് മാത്രമാണ് LDF-ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീറ്റ് ഇത്തവണ നിലനിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും 3% ചോർച്ച അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെയാണ്. ഭീകരമായൊരു തിരിച്ചടി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ച് അവർക്ക് കേവലം 2.5% കുറവ് സംഭവിച്ചതും വലിയ ഒരു ക്ഷീണം തന്നെയാണ്. 47.34% വോട്ടായിരുന്നു 2019 UDF-ന് കിട്ടിയത്. LDF-ന് ആകട്ടെ 35.15%. ഇത്തവണ അതിൽ വലിയ തിരിച്ചടി നേരിട്ടതിലുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ഇതിലേറെ പറയുന്നു തൃശ്ശൂരിലടക്കം അതിൻ്റെ പ്രകടമായ തമ്മിലടി ഇതിനോടകം തന്നെ കാണുവാൻ സാധിച്ചു. ഏറ്റവും ഹൈലൈറ്റായി നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലപ്പുഴയും ആറ്റിങ്ങലും ഒക്കെ തന്നെ. അതിൽ ആലപ്പുഴയിൽ CPM-ന്റെ വോട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനിലേക്ക് ചോർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേഡർ വോട്ടുകളൊക്കെ തന്നെ മണ്ഡലത്തിൽ നിന്നും ചോർന്നു പോയി എന്ന സംശയത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഹരിപ്പാടും അമ്പലപ്പുഴയും ആലപ്പുഴയും കായംകുളവും ചേർത്തലയും. ഇവിടെയും ഒരിക്കലും CPM-ന് പിറകിലേക്ക് പോകേണ്ടി വരില്ല. അപ്രമാദിത്വം നിലനിൽക്കുമെന്ന് കരളുറച്ച് വിശ്വസിച്ച മേഖലകളിൽ പോലും ലീഡ് ചെയ്തത് BJP UDF സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. KC വേണുഗോപാലിന് ഏറ്റവും അധികം മേൽക്കൈ കിട്ടിയതും ഈ LDF മണ്ഡലങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് CPM-നെ ഏറ്റവും അധികം നടുക്കുന്നത്. അത് വരും കാലത്ത് അവർക്ക് പരിശോധിക്കേണ്ടി തന്നെ വരും. കൂടാതെ UDF-ന് സ്ഥിരമായി കിട്ടിപ്പോരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, അതുപോലെ തന്നെ നായർ വോട്ടുകൾ ഇതൊക്കെ ചോർന്നു പോയിരിക്കുന്നു. LDF-ന് എപ്പോഴും അനുകൂല ഘടകമായി നിൽക്കുന്ന ഈഴവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഇതൊക്കെ തന്നെ NDA-യിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് കടക്കുന്നുണ്ട്. തെക്കൻ ജില്ലകളിലാകട്ടെ NDA വലിയ തോതിലാണ് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു വർധനവ് തന്നെയാണ് അവർക്ക് നേടിയെടുക്കാനായി കഴിഞ്ഞിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ 29% വോട്ട് നേടി. 2,99,000 3 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ നേടി വലിയൊരു വിജയത്തിലേക്ക് കടന്നു വന്നതാണ് LDF-നെയും UDF-നെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. ഒരു തവണ കൂടി മത്സരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്ന മുദ്രാവാക്യം തന്നെയാണ് BJP കൂടി ഉയർത്തുന്നത്. ഈ വെല്ലുവിളി അവരെ സംബന്ധിച്ച് 5% വർധനവോളം ഒപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഉറപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും LDF-നും UDF-നുമില്ല. ഇനി വോട്ട് ചോർച്ച ഉറപ്പായും സംശയിക്കണമെന്നുള്ള ആവശ്യം ഇടത് സ്ഥാനാർത്ഥിയായ AM ആരിഫ് മുന്നോട്ട് വയ്ക്കുമെന്നതാണ് കരുതുന്നത്. കാരണം ഇത്തവണ ഉറപ്പായും ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷ
ആരിഫിനുണ്ടായിരുന്നു. സിറ്റിംഗ് MP സ്ഥാനം പോലും നഷ്ടപ്പെട്ടതിൻ്റെ അമർഷം അവിടെ ഉറപ്പായുമുണ്ട് എന്നുള്ളത് കരുതുന്നുണ്ട്. ഇനി മറുഭാഗത്ത് SNDPയുടെ എല്ലാവിധത്തിലുള്ള ആശീർവാദങ്ങളും തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് BJPക്ക് ഗുണം ചെയ്തു എന്ന് അവർ കരുതുന്നു. പക്ഷേ ഗുണം ചെയ്യുന്നില്ല എന്ന് CPM വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് തന്നെ തുറന്ന് പറയേണ്ടി വരും. കൂടാതെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ BJPക്ക് അനുകൂല ഘടകമായി മാറിയെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ 2,99,648 വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ തവണ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് MP ആയിരുന്ന ആരിഫ് ഏകദേശം 4,45,970 വോട്ടുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അത് കുറയുകയാണ് ചെയ്തത്. 3,41,000 വോട്ടിലേക്കെത്തി. 1 ലക്ഷത്തിലധികം വോട്ട് ചോർച്ചയുണ്ടായി. ആ 1 ലക്ഷം വോട്ട് അത് സമാഹരിക്കാനായി UDFിനെന്നല്ല മറിച്ച് BJPക്ക് കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. അതൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ 1,04,923 വോട്ടിൻ്റെ ചോർച്ച LDFിനുണ്ടായി. ഇനി BJPയെ സംബന്ധിച്ച് 30,936 വോട്ടുകളുടെ ചോർച്ച അവിടെയും സംഭവിച്ചു. ഏകദേശം 1,30,30,000 വോട്ടുകൾ അതെവിടെ പോയി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. UDFിനെ സംബന്ധിച്ച് ഇത്തവണ കിട്ടിയതവർക്ക് 4,04,560 വോട്ട്. കഴിഞ്ഞ തവണയാകട്ടെ 4,35,496 വോട്ടും.